ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ത്രെഡും ബീഡ്സും ഒക്കെ വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ. നമ്മുടെ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഫ്ലവറൊക്കെ വരുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ ആദ്യം പാറ്റേൺ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാറ്റേൺ പരിചയപ്പെടാം. നമ്മുടെ നെക്ക് വരുന്നത് റൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം, മനസ്സിലായോ? അതിനുശേഷം റൗണ്ട് നെക്കിൻ്റെ തൊട്ട് താഴത്തേക്ക് അതേപോലെ ഒരു ലൈനും കൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷമാണ് താഴത്തേക്ക് നമ്മൾ ലൈൻസ് വരച്ചു കൊടുക്കേണ്ടത്. കണ്ടോ, യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ ഓരോ ലൈൻസിൻ്റെ നമുക്ക് ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് നമുക്ക് മാക്സിമം കൊടുക്കാം. ഓക്കെ, അതിൻ്റെ അപ്പുറം പോകണ്ട കേട്ടോ. 1.25 അല്ലെങ്കിൽ 2 ഇഞ്ചും വേണ്ട, 1.25 മതി. ഓക്കെ അല്ലേ? അപ്പോൾ എന്നിട്ട് ഓരോ നമ്മൾ വരയ്ക്കുന്ന ലൈനിലും ഇതുപോലെ 3 റൗണ്ട് ഇതുപോലെ ചേർത്ത് വരച്ചു കൊടുക്കുക. 2 സൈഡിലും ലീഫ് വരച്ചു കൊടുക്കുക. മുകളിലായിട്ട് ഇതുപോലെ 3 ലീഫ് ഒരുമിച്ച് വരച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാ ലൈൻസിലും 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം വീതം വരച്ചു കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതേ ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കണം. 3 റൗണ്ട്, പിന്നെ മുകളിൽ 3 ലീഫ്, താഴത്തേക്ക് 2 സൈഡിലും 2 ലീഫ്. എന്നിട്ട് ലൈൻസിൽ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് വിട്ട് കുട്ടി റൗണ്ടുകളും ഇട്ട് കൊടുക്കണം. മനസ്സിലായല്ലോ? ഇതുപോലെയാണ് നമുക്ക് ഡിസൈൻ വരുന്നത്. ഇതാണ് നമ്മുടെ ഡിസൈൻ. നമുക്ക് അത്യാവശ്യം സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഡിസൈൻ തന്നെയാണ്. പാറ്റേൺ പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ബീഡ്സ് വേണം. അപ്പോൾ ഞാനിപ്പോൾ റോസും ചുവപ്പും കൂടെ ചേർന്ന ഒരു കളർ കട്ട് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എടുത്തിരിക്കുന്നത് സീക്വൻസ് ആണ്, ചുവപ്പ് കളറിലുള്ള സീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ത്രെഡാണ് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് വേണമെങ്കിൽ അതും എടുക്കാവുന്നതാണ് കേട്ടോ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ നമ്മൾ റൗണ്ട് വരച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെ അവിടെ ആയിട്ട് ഇതുപോലെ സെൻറ്ററിലായിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ട് നമുക്ക് ചുറ്റിനും ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. റിംഗ് നോട്ട് ഫ്ലവർ അല്ലേ നിങ്ങൾക്കൊക്കെ പാട്? ഫ്രഞ്ച് നോട്ട് ഫ്ലവറൊക്കെ ഈസി അല്ലേ? അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഡിസൈൻ.
അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്കിൻ്റെ താഴത്തേക്കായിട്ട് നമ്മൾ വരച്ചു കൊടുത്ത ലൈൻസ്, അതായത് നെക്കിൻ്റെ അതേപോലെ നമ്മളൊരു ലൈൻ വരച്ചു കൊടുത്തില്ലേ, അവിടെ ആയിട്ട് നമുക്ക് ഫസ്റ്റ് കട്ട് ബീഡ്സ് വെച്ചിട്ട് എടുക്കണം. പക്ഷേ കട്ട് ബീഡ്സ് ക്യാമറയിൽ കൂടെ കാണുമ്പോൾ, വീഡിയോയിൽ കാണുമ്പോൾ വേറെ കളറാണ് കേട്ടോ. ഒരുമാതിരി വെള്ള കളർ പോലെയാണ് തോന്നുന്നത്. വെള്ള കളറല്ല, ഇത് ചുമപ്പും റോസും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ് വരുന്ന ഒരു കട്ട് ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് താഴോട്ടുള്ള ലൈൻസ് ചെയ്ത് കൊടുക്കാം. ലൈൻസിൽ ഇങ്ങനെ ഓരോ കട്ട് ബീഡ്സ് വീതം ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ലീഫാണ് ചെയ്ത് കൊടുക്കേണ്ടത്. 3 കട്ട് ബീഡ്സ് വീതം ചരിച്ചരിച്ച് വെച്ച് കൊടുക്കുന്ന ലീഫാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഫ്ലവർ ഇതുപോലെ ചെയ്യുമ്പോൾ ഗ്യാപ്പ് വരാൻ പാടില്ല. ഞാൻ ചെയ്തപ്പോൾ ഒരു ശകലം ഗ്യാപ്പ് വന്നു കേട്ടോ ഈ ഒരു ഫ്ലവറിന്. നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്യാപ്പ് വരാൻ പാടില്ല കേട്ടോ. 3 ഫ്ലവറും ഒരുപോലെ ഇതാ നമ്മൾ ആദ്യം ചെയ്ത ഫ്ലവറിൽ അതുപോലെ ഒരുമിച്ച് ഇരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ താഴത്തേക്ക് വീണ്ടും ലൈൻസിൽ കട്ട് ബീഡ്സ് വെച്ച് എടുത്തിട്ട് ആ ഒരു കുട്ടി റൗണ്ടിൽ സീക്വൻസ് ആണ് വെച്ച് കൊടുക്കേണ്ടത്.
അതാ കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഡിയേഴ്സ്. താങ്ക്